ഹലോ ഫ്രണ്ട്സ്, ക്ലാസ്സസ് ബയോളജിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ജനറ്റിക് ഡ്രിഫ്റ്റാണ്. സോ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് പറയുന്നതിന് മുന്നേ ഫസ്റ്റ് നമുക്ക് എവല്യൂഷൻ എന്താണെന്നുള്ളതിനെ പറ്റിയിട്ട് ചർച്ച ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ എന്താണ് എവല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാം നമ്മുടെ ഭൂമിയിലുള്ള എല്ലാ ബയോഡൈവേഴ്സിറ്റി ഇന്ന് കാണുന്ന ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഓർഗാനിസംസ്, അതായത് ഇത്രത്തോളം ബയോഡൈവേഴ്സിറ്റി ഉണ്ടായിട്ടുള്ളത് ഒരു സിംഗിൾ കോമൺ ആൻസിസ്റ്ററിൽ നിന്നാണ് എന്ന് പറയുന്ന കോൺസെപ്റ്റിനെയാണ് നമ്മൾ എവല്യൂഷൻ എന്ന് പറയുന്നത്. അതായത് ആദ്യം ഭൂമിയിലൊരു ജീവനുണ്ടായി, ദെൻ ഈ ഭൂമിയുടെ എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസ് മാറുന്നതിനനുസരിച്ച് ആ ഒരു എൻവയോൺമെൻറ്റൽ കണ്ടീഷനിൽ ബെറ്റർ അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവരുടെ ബോഡിയിൽ ചെറിയ ചെറിയ മോഡിഫിക്കേഷൻസ് വന്നു. ഈ ഒരു മോഡിഫിക്കേഷൻസുകൾ ത്രൂ ജനറേഷൻ അക്യുമുലേറ്റ് ചെയ്തിട്ടാണ് എൻറ്റിയർലി ഡിഫറെൻറ്റ് സൈസായിട്ട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓർഗാനിസംസ് ഉണ്ടായത് എന്നാണ് എവല്യൂഷൻ പറയുന്നത്. അതിൽ ചാൾസ് ഡാർവിൻ പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്, നാച്ചുറൽ സെലക്ഷൻ. നാച്ചുറൽ സെലക്ഷനാണ് വൺ ഓഫ് ദ റീസൺ ഫോർ എവല്യൂഷൻ. അതായത് നമ്മുടെ നേച്ചർ ഏറ്റവും ഫിറ്റസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രമേ സെലക്ട് ചെയ്യുന്നുള്ളൂ. നോൺ ഫിറ്റസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വീക്കായിട്ടുള്ള ആൾക്കാരെ അത് റിഫ്യൂസ് ചെയ്യുകയും ആൻഡ് അത് എക്സ്റ്റിങ്ക്റ്റ് ആയി പോവുകയും ചെയ്യും. അതായത് ഇപ്പോൾ ഒരു ഓർഗാനിസത്തിന് 2-3 പ്രോജനീസുകളുണ്ട്. ദെൻ ഇതിൽ ആ ഒരു എൻവയോൺമെൻറ്റൽ കണ്ടീഷനോട് ഏറ്റവും കൂടുതൽ ടോളറേറ്റ് ചെയ്ത് സർവൈവ് ചെയ്യാൻ പറ്റുന്ന ജീവി ഏതാണോ, പ്രോജനി ഏതാണോ, അതിന് നേച്ചർ സെലക്ട് ചെയ്യും ആൻഡ് അത് ജീവിച്ചു പോകും. ആൻഡ് അതിനോട് ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ എക്സ്റ്റിങ്ക്റ്റ് ആയിട്ട് പോകും. അതാണ് നാച്ചുറൽ സെലക്ഷൻ. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ടോപ്പിക്ക് ജനറ്റിക് ഡ്രിഫ്റ്റാണ്. ജനറ്റിക് ഡ്രിഫ്റ്റ് നാച്ചുറൽ സെലക്ഷൻ അല്ലാതെ, എവല്യൂഷന് ഒരുപാട് റീസൺസ് ഉണ്ട്, അതിലൊരു റീസണാണ് ജനറ്റിക് ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ ഏറ്റവും ഫിറ്റസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ സെലക്ട് ചെയ്യുകയോ ഏറ്റവും വീക്കായിട്ടുള്ള ആൾക്കാരെ പുറത്ത് ആക്കുകയോ അങ്ങനത്തെ പ്രോസസ്സല്ല, പക്ഷെ ഒരു റാൻഡം സെലക്ഷനാണ് നടക്കുന്നത്. അതായത് ഏറ്റവും കൂടുതൽ ലക്കിയസ്റ്റ് ആയിട്ടുള്ള ഓർഗാനിസം ഏതാണോ അത് സർവൈവ് ചെയ്യുന്നു, നോൺ ലക്കി ആയിട്ടുള്ള ആൾക്കാർ എക്സ്റ്റിങ്ക്റ്റ് ആയിട്ട് പോകുന്നു. അതാണ് ജനറ്റിക് ഡ്രിഫ്റ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ പറയുന്നത്. നിങ്ങൾക്ക് ചിത്രത്തിൽ തന്നെ കാണാൻ വേണ്ടി പറ്റും. ഫസ്റ്റ് ഉണ്ടായിരുന്ന ബീറ്റിൽസ് 5:5 എന്നുള്ള റേഷ്യോയിലായിരുന്നു. ആൻഡ് ഒരു റാൻഡം ആയിട്ടുള്ളൊരു ചാൻസ് ഈവൻ്റ് അവിടെ നടന്നു. ഇതിൽ ഏത് വേണമെങ്കിലും ആ ഒരു ചാൻസ് ഈവൻറ്റിൽ എക്സ്റ്റിങ്ക്റ്റ് ആയി പോകാം. പക്ഷേ ഇവിടെ ബ്ലൂ ബീറ്റിൽസ് അല്ലെങ്കിൽ വയലറ്റ് ബീറ്റിൽസ് ആണ് എക്സ്റ്റിങ്ക്റ്റ് ആയി പോയത്. അതുവഴി നെക്സ്റ്റ് ജനറേഷനിൽ എന്തായി, റെഡ് ബീറ്റിൽസിൻ്റെ എണ്ണം കൂടി. അതായത് ഇവിടെ അല്ലീൽ ഫ്രീക്വൻസിയിൽ ചേഞ്ച് വന്നു. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ജനറ്റിക് ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത്. ഡെഫിനീഷൻ ഓഫ് ദ ജനറ്റിക് ഡ്രിഫ്റ്റ് നോക്കുമ്പോൾ, ജനറ്റിക് ഡ്രിഫ്റ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റാൻഡം ഫ്ലക്ച്വേഷൻ ഓഫ് അലീൽ ഫ്രീക്വൻസി. അതായത് ഒരു സ്പീഷീസിൽ തന്നെ ഡിഫറെൻറ്റ് അലീൽസുകൾ ഉണ്ടാവുമല്ലോ, ഡിഫറെൻറ്റ് ടൈപ്പ്. ആ ഒരു ടൈപ്പിൽ ഉണ്ടാകുന്ന റാൻഡം ആയിട്ടുള്ള ഫ്ലക്ച്വേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ജനറ്റിക് ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് എ നോൺ അഡാപ്റ്റീവ് എവല്യൂഷണറി ഫോഴ്സ് ബിക്കോസ് ഇറ്റ് ഡസ് നോട്ട് നെസസറിലി ഇംപ്രൂവ് സർവൈവൽ ഓർ റീപ്രൊഡക്ഷൻ. ഇവിടെ ഒരു ജീവിയെ സെലക്ട് ചെയ്യുന്നത്, നെക്സ്റ്റ് ജനറേഷനിൽ കൂടുന്നത് അതിൻ്റെ റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റിയോ സർവൈവൽ കപ്പാസിറ്റിയോ ബേസ് ചെയ്തിട്ടല്ല. ഓക്കെ, ഇറ്റ് മേ ഇൻക്രീസസ് ഓർ ഡിക്രീസസ് സർട്ടൺ അലീൽസ് റാൻഡംലി. അപ്പോൾ നേരത്തെ പിക്ചറിൽ കാണിച്ച പോലെ അവിടെ എന്ത് ചെയ്തു, ബ്ലൂ അലീൽസിൻ്റെ എണ്ണം കുറഞ്ഞു, റെഡ് ബീറ്റിൽസിൻ്റെ എണ്ണം കൂടി. അതായത് ഇവിടെ ഈ ഒരു പ്രോസസ്സ് നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുന്നത്, ചിലപ്പോൾ ചില അലീലുകൾ റാൻഡം അല്ലെങ്കിൽ മൈനോറിറ്റി ആയിട്ട് മാറും, ചില ആൾക്കാർ കൂടുതലായിട്ടുണ്ടാകും. ആൻഡ് ചില സമയത്ത് ചില അലീൽസുകൾ കംപ്ലീറ്റ്ലി എക്സ്റ്റിങ്ക്റ്റ് ആയിട്ട് പോകും. ആക്ച്വലി ഈ ഒരു പ്രോസസ്സ് നടന്നു കഴിഞ്ഞാൽ ബയോഡൈവേഴ്സിറ്റി കുറയാണ് ചെയ്യുന്നത്. ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ജനറ്റിക് ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ്? ഒന്ന്, നേരത്തെ പറഞ്ഞ പോലെ ഫിറ്റ്നസ്സിനെ ബേസിസ് ചെയ്തിട്ടല്ല ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത്. അതേപോലെ ഇത് സ്മോൾ പോപ്പുലേഷനിലാണ് നടക്കുക. ഒരു വലിയ പോപ്പുലേഷനിൽ ജനറ്റിക് ഡ്രിഫ്റ്റിന് ഈ അലീൽ ഫ്രീക്വൻസിയിൽ മാറ്റം വരുത്താനൊന്നും കഴിയില്ല. ആൻഡ് അതേപോലെ ഇറ്റ് മേ റിസൾട്ടസ് ഫിക്സേഷൻ വേർ വൺ അലീൽ റീച്ചസ് എ ഫ്രീക്വൻസി ഓഫ് 100%. ചില സമയത്ത് എന്ത് ചെയ്യുന്നു, ഒരു അലീൽ 100% ഫ്രീക്വൻസിയിലെത്തും. അതേപോലെ ഓവറോൾ ആയിട്ടുള്ള ജനറ്റിക് വേരിയേഷൻസിന് ഇത് കുറക്കുകയാണ് ചെയ്യുന്നത്. അതായത് ബയോഡൈവേഴ്സിറ്റി ഇത് കുറക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ താഴെ കാണുന്ന പിക്ചറിൽ നോക്കും, സപ്പോസ് അതിലുള്ള എല്ലാ ബീറ്റിൽസും
ആ ഒരു റാൻഡം ചാൻസ് ഇവൻറ്റിൽ നശിച്ചു. ഒരാൾ ചവിട്ടി, അതാണ് അവിടെ നടക്കുന്ന ഒരു ചാൻസ് ഇവൻറ്റ്. ഇത് സ്മോൾ പോപ്പുലേഷൻ ആയിരുന്നു. അതായത് ഭൂമിയുടെ വേറെ ഒരു ഭാഗത്തും ഈ ഒരു ബീറ്റിൽസിൻ്റെ പോപ്പുലേഷൻ ഇല്ല. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു പ്രദേശത്ത് വേറെ ഈ ബീറ്റിൽസിൻ്റെ പോപ്പുലേഷൻ ഇല്ല, ഒരു സ്മോൾ പോപ്പുലേഷൻ ആയിരുന്നു. അവിടെ ഒരു ചാൻസ് ഇവൻറ്റ് നടന്നു ആൻഡ് എല്ലതും നശിച്ച് ചോപ്പ് മാത്രം സർവൈവ് ചെയ്തു എന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ജനറേഷനിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്, അവിടെ നേരത്തെ ഉണ്ടായിരുന്ന ഈ ലാർജ് ബീറ്റിൽസുകൾ തീരെ ഇല്ലാതാകും, കംപ്ലീറ്റ്ലി എക്സ്റ്റിങ്ക്റ്റ് ആയിട്ട് പോകും. റെഡ് ബീറ്റിൽസുകൾ മാത്രം 100% ഫ്രീക്വൻസിയിലെത്തും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇനി ജനറ്റിക് ഡ്രിഫ്റ്റ് നമുക്ക് രണ്ടെണ്ണമായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഒന്ന് ബോട്ടിൽ നെക്ക് എഫക്റ്റും, രണ്ട് ഫൗണ്ടർ എഫക്റ്റുമാണ്. അപ്പോൾ എന്താണ് ബോട്ടിൽ നെക്ക് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇമാജിൻ എ ബോട്ടിൽ. ഒരു ബോട്ടിൽ എങ്ങനെ ഉണ്ടാവുക, അതിൻ്റെ താഴെ ഭാഗത്ത് നല്ല എന്തുണ്ടാകും, വാസ്റ്റായിട്ടുള്ള ഏരിയ ഉണ്ടാകും ആൻഡ് നെക്ക് പൊസിഷനിൽ ഏരിയ കുറവായിരിക്കും. അപ്പോൾ എന്താ ഉണ്ടാവുക ലാസ്റ്റ്, അതായത് നമ്മൾ ബയോഡൈവേഴ്സിറ്റീനെ ഒരു ബോട്ടിലുമായിട്ട് ഇവിടെ കൺസിഡർ ചെയ്യുന്നു. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ആദ്യം ബേസ് പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാസ്റ്റ് ഏരിയയുള്ള ഭാഗം, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ ഇനീഷ്യൽ പോപ്പുലേഷൻ ആണ്. അവിടെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് അലീൽസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇൻ ദ കേസ് ഓഫ് ബീറ്റിൽ യെല്ലോ, ഗ്രീൻ ആൻഡ് റെഡ്, അങ്ങനെ 3 നിറത്തിലുള്ള ബീറ്റിൽസ് ഒരു ഫോറസ്റ്റിൽ ഉണ്ട് എന്ന് പറയാം. അതായിരുന്നു ഇനീഷ്യൽ പോപ്പുലേഷൻ. ആൻഡ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു ഫ്ലഡ് നടന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചാൻസ് ഇവൻറ്റ് നടന്നു. അത് കാരണം യെല്ലോയും ഗ്രീനും കംപ്ലീറ്റ്ലി അങ്ങോട്ട് എക്സ്റ്റിങ്ക്റ്റ് ചെയ്തു, അല്ലെങ്കിൽ യെല്ലോ കംപ്ലീറ്റ് എക്സ്റ്റിങ്ക്റ്റ് ചെയ്തു, ഗ്രീനിൻ്റെ എണ്ണം കുറഞ്ഞു, പക്ഷേ റെഡ് എഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. റെഡ് ഈ ഈവൻറ്റിൽ പെട്ടിട്ടില്ല ബൈ ലെക്ക്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തു, നെക്സ്റ്റ് ജനറേഷനിൽ യെല്ലോ തീരെ ഉണ്ടാവില്ല, ഗ്രീനിൻ്റെ കുറച്ച് പോപ്പുലേഷൻ മാത്രം ബാക്കിയായതുകൊണ്ട് അതിൻ്റെ കുറച്ച് മെമ്പേഴ്സ് സർവൈവ് ചെയ്യും. ആൻഡ് റെഡിൻ്റെ പോപ്പുലേഷൻ ഒന്നും പറ്റാത്തതുകൊണ്ട് അവരുടെ നമ്പർ കൂടുതലായിരിക്കും. അപ്പം നമ്മുടെ ബോട്ടിലുണ്ടാവുമല്ലോ, വാട്ടർ ബോട്ടിൽ, അപ്പോൾ ഇതിൻ്റെ മേലേക്ക് വരുന്ന സമയത്ത് അവിടെ നേരോ ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ അവിടെ ഒരു ചാൻസ് ഇവൻറ്റ് നടന്നു ആൻഡ് ബയോഡൈവേഴ്സിറ്റി നേരോ ആയി. ഇതാണ് ബോട്ടിൽ നെക്ക് എഫക്റ്റ് എന്ന് പറയുന്നത്. ഇനി ബോട്ടിൽ നെക്ക് എഫക്റ്റിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് ഇഫ് എ ലാർജ് പോപ്പുലേഷൻ ഉണ്ട് വിത്ത് ബോത്ത് റെഡ് ആൻഡ് ബ്ലൂ അലീൽസ്, ദ എക്സ്പീരിയൻസസ് എ ഫ്ലഡ് ആൻഡ് ഓൺലി റെഡ് അലീൽ ഇൻഡിവിജ്വൽ സർവൈവ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്, ബ്ലൂ കംപ്ലീറ്റ്ലി ഇല്ലാതായി. ഇതാണ് ബോട്ടിൽ നെക്ക് എഫക്റ്റ്. അപ്പോൾ ബോട്ടിൽ നെക്ക് എഫക്റ്റിൽ ഒരു ചാൻസ് ഈവൻറ്റ് സംഭവിക്കുന്നു, ചിലത് സർവൈവ് ചെയ്യുന്നു, ചിലത് സർവൈവ് ചെയ്യുന്നില്ല, ചിലതിൽ കുറച്ച് മാത്രം സർവൈവ് ചെയ്യുന്നു, ഇങ്ങനെ ഉണ്ടാകും. അതാണ് ബോട്ടിൽ നെക്ക് എഫക്റ്റ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫൗണ്ടർ എഫക്റ്റ് ആണ്. അപ്പോൾ എന്ത് ഫൗണ്ടർ എഫക്റ്റ് ഒക്കേഴ്സ് വെൻ എ സ്മോൾ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽ. ഇതിലെന്താ സംഭവിക്കുന്നത്, ഒരു പാരൻ്റ് പോപ്പുലേഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ഫോറസ്റ്റിൽ എന്താ 2 കളേഴ്സ് ബട്ടർഫ്ലൈസുകൾ ഉണ്ട്. ഓക്കെ, ദെൻ ആ ഒരു സ്ഥലത്ത് എന്താണ് ഇവർക്കുള്ള റിസോഴ്സസുകളുടെ കുറഞ്ഞു, ഫുഡ്, മെയ്റ്റ്, ഇതിനൊക്കെ വേണ്ടിയിട്ട് കോമ്പറ്റീഷൻ വന്ന സമയത്ത് ഇതിൽ നിന്ന് ഓറഞ്ച് മാത്രം വേറെ ഒരു സ്ഥലത്തേക്ക് മൈഗ്രേറ്റ് ചെയ്തു. ഓക്കെ, വേറൊരു സ്ഥലത്തേക്ക് ഇവർ മൈഗ്രേറ്റ് ചെയ്തു. കുറേ കാലങ്ങൾക്ക് ശേഷം ആ ഒരു ഐലൻഡിൽ എന്തുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ അവർ മൈഗ്രേറ്റ് ചെയ്ത ആ ഒരു സ്ഥലത്ത് എന്തേ ഉണ്ടാവുള്ളൂ, ഓറഞ്ച് ബട്ടർഫ്ലൈസുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം അത് കൊണ്ടുപോയ ആൾക്കാർ, അതായത് പാരൻറ്റിൽ നിന്ന് പിരിഞ്ഞു പോയ ആൾക്കാർ, അവർ നമ്മൾ ഫൗണ്ടേഴ്സ് എന്നാണ് പറയാം. ഈ ഫൗണ്ടേഴ്സ് ക്യാരി ചെയ്യുന്ന അലീൽ ഓറഞ്ച് കളറിൻ്റെ അലീലായിരുന്നു. കാരണം ഓറഞ്ച് ബട്ടർഫ്ലൈസ് മാത്രമാണ് മൈഗ്രേറ്റ് ചെയ്തത്. ഓറഞ്ച് ബട്ടർഫ്ലൈസ് മാത്രം മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ അവർ ക്യാരി ചെയ്യുന്നത് ഓറഞ്ച് അലീൽസിനെ മാത്രമായതുകൊണ്ട് പുതിയ സ്ഥലത്ത് ഓറഞ്ച് കമ്മ്യൂണിറ്റി മാത്രം രൂപപ്പെടുന്നു. അതിനെയാണ് ഫൗണ്ടർ എഫക്റ്റ് എന്ന് പറയാം. ഇതിന് ഫൗണ്ടർ എഫക്റ്റ് എന്ന് പറയാനുള്ള കാരണം ഇവർ മൈഗ്രേറ്റ് ചെയ്തിട്ടുള്ള സ്ഥലത്തിൻ്റെ ഫ്യൂച്ചർ പോപ്പുലേഷൻ will be completely depends upon the alleles carried by the founders. അങ്ങനെയാണ്. ഇപ്പോൾ ഇവിടുന്ന് ഗ്രേ ആണ് മൈഗ്രേറ്റ് ചെയ്തതെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, പുതിയ സ്ഥലത്ത് ഗ്രേ മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം ഫൗണ്ടേഴ്സിൽ ഉണ്ടായിരുന്ന അലീൽ എന്ന് പറയുന്നത് ഗ്രേ ആണ്. ഇനി കൂടുതൽ എണ്ണം ഗ്രേയും കുറച്ച് എണ്ണം ഓറഞ്ചും കൂടിയാണ് മൈഗ്രേറ്റ് ചെയ്തത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചർ പോപ്പുലേഷൻ എന്തായിരിക്കും, അക്കോർഡിംഗ്ലി കൂടുതൽ ഗ്രേ ഉണ്ടാകും ആൻഡ് കുറച്ച് ഓറഞ്ച് കളർ ഉണ്ടാകും. ഇങ്ങനെയാണ് ഉണ്ടാവുക. ഓക്കെ, ഇതാണ് ഫൗണ്ടർ എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഈ ഫൗണ്ടർ എഫക്റ്റ് ആണ് നമുക്ക് ഇങ്ങനെയൊക്കെ നമ്മൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാകും. ഒരു ഒറ്റപ്പെട്ട ഐലാൻഡിൽ, അതായത് പുറത്തെ ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത ഒരു ഐലൻഡിൽ ഒരു കോമൺ ആയിട്ടുള്ള ജനറ്റിക് ഡിസീസസുകൾ ഉണ്ടാവുന്നത്.
അല്ലാന്നുണ്ടെങ്കിൽ എന്താണ്, ഇപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടാകും ഒരൊറ്റപ്പെട്ട സ്ഥലത്ത് കൂടുതൽ ട്വിൻസ് മാത്രമാണ് അവിടുത്തെ ആൾക്കാർക്ക് കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിനുള്ളൊക്കെ കാരണം ഫൗണ്ടർ എഫക്റ്റാണ്. അതായത് അവർ ആദ്യം ഉണ്ടായിരുന്ന കമ്മ്യൂണിറ്റിയിൽ നിന്ന് കുറച്ച് ആൾക്കാർ ആ ഒരു സ്ഥലത്തേക്ക് മാറി താമസിച്ചതായിരിക്കും. ആ ഒരു പോയ ആൾക്കാരുകളിൽ അധികം ആൾക്കാർക്കും എന്തുണ്ടാകും, ഈ ട്വിൻസിന് ഉണ്ടാക്കുക എന്നുള്ള ആ ഒരു ജീന് അവരുടെ ബോഡിയിൽ ഉണ്ടായിട്ടുണ്ടാവും. ഓക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജനറ്റിക് ഡിസീസസ്, ട്വിൻസ് വേണ്ട, എന്തെങ്കിലും ഒരു ജനറ്റിക് ഡിസീസസ് കൺസിഡർ ചെയ്യാം. സോ ജനറ്റിക് ഡിസീസസ് ഉള്ള ആൾക്കാരാണ് ഇവിടുന്ന് മൈഗ്രേറ്റ് ചെയ്തത്. അല്ലെങ്കിൽ പോയ ആൾക്കാരിൽ കൂടുതൽ ആൾക്കാർക്കും ഒരു പർട്ടിക്കുലർ ജനറ്റിക് ഡിസീസസ് ഉണ്ടായിരുന്നു. സപ്പോസ് കളർ ബ്ലൈൻഡ്നെസ് ഉണ്ടായിരുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, അവർ വേറൊരു സ്ഥലത്ത് പോയി താമസിക്കുന്നു. ആൻഡ് ആ ഒരു സ്ഥലത്ത് നിന്ന് അവർക്ക് പുറത്തെ ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഇല്ല. അതുകൊണ്ട് പുറത്തെ ആൾക്കാരുമായിട്ട് അവർ വിവാഹം കഴിക്കുക അങ്ങനത്തതൊന്നുമില്ല. അത് കാരണം അവരുടെ ജീന് ആ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് മാത്രം ഇങ്ങനെ ഫ്ലോ ചെയ്ത് ആ ഒരു ജീൻ അക്യുമുലേറ്റ് ചെയ്തിട്ടാണ് അവിടെയുള്ള എല്ലാ ആൾക്കാർക്കും, അല്ലെങ്കിൽ മെജോറിറ്റി ഓഫ് ദ ആൾക്കാർക്കും കളർ ബ്ലൈൻഡ്നെസ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇതിനൊക്കെ റീസൺ എന്താണ്, ഫൗണ്ടർ എഫക്റ്റാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ടോപ്പിക്ക്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് ബയോളജി കണ്ടൻറ് വീഡിയോസ് ബി.എഡിൻ്റെ ലെസൺ പ്ലാൻസ്, അതേപോലെ 8th to 12th വരെയുള്ള ക്ലാസ്സുകൾക്കുള്ള വീഡിയോ ഇതൊക്കെ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.